ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഷിനി'സ്കിച്ചൻ. അപ്പോൾ ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന റെസിപ്പി ഒരു വിഷു സ്പെഷ്യൽ പൈനാപ്പിൾ പായസമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ പൈനാപ്പിൾ പായസം തയ്യാറാക്കുന്നതെന്ന്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചെറിയ പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ആ കറുത്ത ഭാഗം നന്നായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താലും മതിയാവും. ഇതുപോലെയാണ് ഞാൻ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇന്നൊക്കെ പായസം ഉണ്ടാക്കാൻ എന്തെല്ലാം സാധനങ്ങൾ വേണം നോക്കാം. കിസ്മിസ് വേണം, കാഷ്നട്ട്സ് വേണം, 1 കപ്പ് പഞ്ചസാര വേണം, പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്, പിന്നെ വേണ്ടത് ഏലക്കായാണ്, പിന്നെ നമുക്ക് വേണ്ടത് നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള പൈനാപ്പിള്, പിന്നെ നമുക്ക് നെയ്യ് വേണം, അതുപോലെ തന്നെ ചവ്വരി വേണം. അപ്പം ഞാൻ തേങ്ങയുടെ 1-ാം പാലും 2-ാം പാലും ഇതിന് വേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പായസം ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പൈനാപ്പിൾ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് 4 വിസിലാണ് പൈനാപ്പിൾ വേകാനായിട്ട് വേണ്ടത്. അപ്പം ഹൈ ഫ്ലെയിമിൽ 1 വിസിലും ലോ ഫ്ലെയിമിൽ 3 വിസിലുമാണ് ഇതിന് വേണ്ടത്. പിന്നെ ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് 4 വിസിൽ വരുന്ന അവിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ വിസിൽ വന്നിട്ടുണ്ട്. നമുക്കൊന്ന് തീ ഒന്ന് കുറച്ച് വയ്ക്കാം. പായസം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു ഉരുളിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഞാൻ ഊറ്റി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി കാഷ്നട്ട് അതുപോലെ തന്നെ കിസ്മിസും ചേർത്ത് കൊടുക്കാം. ഇന്ന് നടുന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോൾ നമുക്കൊന്ന് മാറ്റാം. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പൈനാപ്പിൾ ക്രഷ് ചെയ്തത് ഒന്ന് ഊറ്റി കൊടുക്കാം. അപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഒരു പൈനാപ്പിളിൻ്റെ പീസസൊക്കെ നമുക്ക് ഇതിലൊന്ന് കാണാൻ പറ്റും. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് അതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് വറ്റി ഒന്ന് വരണം. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പം നിങ്ങൾ ഫ്ലെയിം എപ്പോഴും മീഡിയത്തിൽ തന്നെ വെക്കുക. ഇതിനിപ്പോൾ ഒരു ജാമിൻ്റെ ഒക്കെ ഒരു തിക്നെസ്സിൽ വേണം ഇതൊന്ന് വരാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഏകദേശം ഒരു ജാമിൻ്റെ ഒരു തിക്നെസ് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തേങ്ങയുടെ 2-ാം പാല് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നേരത്തെ വേവിച്ച് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്ന ചവ്വരി അത് ചേർത്ത് കൊടുക്കാം. അപ്പം നിങ്ങൾ ചവ്വരി വേവിക്കുമ്പോൾ കുറച്ച് നേരം ഒന്ന് കുതിർത്തിയിട്ടൊന്ന് വേവിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്നൊന്ന് ചവ്വരി ഒന്ന് വെന്ത് കിട്ടും. ഇതിപ്പോൾ നന്നായിട്ട് ചൂടായിട്ട് നന്നായിട്ട് തിളച്ചിട്ടൊന്ന് വന്നിട്ടുണ്ട് നമ്മുടെ പായസം. ഇതിലേക്ക് നമുക്ക് തേങ്ങയുടെ 1-ാം പാൽ കൂടി ചേർത്ത് കൊടുക്കാം. തേങ്ങയുടെ 1-ാം പാൽ ചേർത്തതിന് ശേഷം ജസ്റ്റ് നമുക്കൊന്ന് ചൂടാക്കി കിട്ടിയാൽ മാത്രം മതി നമ്മുടെ ഈ ഒരു പായസം ഒന്ന്. ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമ്മുടെ പായസം. നല്ലൊരു തിക്നെസ് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത കാഷ്നട്ടും അതുപോലെ കിസ്മിസും ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ പൈനാപ്പിൾ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു.
അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തിരിച്ച് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യേണ്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.